ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ടുള്ളൊരു പേടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. പേട ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പഴുത്ത മാങ്ങ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തത് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറോ നെയ്യോ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കട്ടക്ക് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മണത്തിനായിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കാൻ പോണ കോൺഫ്ലോർ ആണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറു തീയിൽ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കും വിധം ഇളക്കി കൊടുക്കേണ്ടതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പാത്രത്തിൽ നിന്നൊക്കെ ഏകദേശം വിട്ട് പോരുന്ന പരുവത്തിലാണ് നമുക്ക് പേട ഉണ്ടാക്കാൻ വേണ്ടത്. ഇപ്പോൾ ഇതേപോലെ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറാനായിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും തടവിയിട്ട് ഇതേപോലെ നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. ഉള്ളം കയ്യിലിട്ടിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വിരൽ വെച്ച് നടുവശം ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പേട റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മാങ്ങയുടെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.